ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ മുടിയുടെ പരിചരണത്തിൽ ഒരു ചെറിയ മാറ്റം പോലും വലിയ വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഞാൻ എൻ്റെ മോളുടെ മുടിയിൽ പരീക്ഷിച്ച് നോക്കിയ വളരെ ലളിതമായിട്ടുള്ള ഒരു ഹെയർ കെയർ രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മുമ്പ് മുടിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മാറിയിട്ട് മുടിക്ക് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മിനിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗളിലേക്ക് 1 സ്പൂൺ റാഗി പൗഡർ എടുക്കുന്നുണ്ട്. റാഗി പൗഡർ, മുത്താറി പൗഡർ എന്നൊക്കെ പറയും, ഇതിന് പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുമ്പം നല്ല നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് പിന്നെ ബാക്കിയുള്ളത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മിക്സ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. വിലകൂടിയ ക്രീമുകൾക്ക് പിന്നാലെയൊക്കെ പോകുന്നതിന് മുമ്പ് പഴയകാല സൗന്ദര്യ രഹസ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഒരു ഫേസ് പായ്ക്കാണ്. അതായത് ഈ അറേബ്യൻ സുന്ദരികളുടെയൊക്കെ മുഖസൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ പിൻപിലെ രഹസ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ ഒരു പ്രകൃതിദത്ത സൗന്ദര്യ രീതികൾ ഇപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. ഇതുപോലെ നമ്മൾ ഇതെടുത്തിട്ട് ഫേസിലും അതുപോലെ കൈകാലുകളിലും ഒക്കെ നന്നായിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ടേ കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ ഇത് സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. നിറം വയ്ക്കാനും ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയി പോകാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ റൗണ്ടിൽ നിങ്ങൾ മസാജ് ചെയ്തിട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊന്ന് വെച്ചതിന് ശേഷം ഉണങ്ങി ഇതുപോലെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കഴുകിയെടുക്കുക. നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. ഇതുപോലെ നമ്മൾ കഴുകി എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിൽ വരുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പം ആ ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് റിമൂവ് ആയി പോകുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒത്തിരി കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ചർമ്മത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി നല്ലതാണ് ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ പറയാനായിട്ട് മടിക്കരുതേ. ഇനി രണ്ടാമതായിട്ടാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു കുക്കറിൽ ഞാനൊരു 2-3 സ്പൂണ് നുറുക്ക് ഗോതമ്പ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കഴുകി ഒന്ന് വെച്ചിരുന്നു. അതാണ് കേട്ടോ ഇതിപ്പം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഞാൻ കളയുന്നില്ല കേട്ടോ. ഇത് നല്ല എന്താ പറയുക ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് കൊണ്ട് ഈ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ട് ഞാനിതേണ്ട കുറച്ച് തേങ്ങ ചിരകി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട, 1 സ്പൂണൊക്കെ മതിയാകും. പിന്നെ വേണ്ടത് നമ്മുടെ സാജീരകയില്ലേ, അതൊരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വിസിലടുപ്പിച്ചിട്ട് എടുക്കണം. അപ്പം 2 വിസിലടുപ്പിച്ചിട്ട് എടുക്കാമെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ചെയ്യാം. ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് 2 സ്പൂൺ റാഗി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ടകളില്ലാതെ നമുക്ക് ഉടച്ചെടുത്ത് വയ്ക്കാം. ഈ നുറുക്ക് ഗോതമ്പിലാണെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തിന് ഒത്തിരി നല്ലതാണ്. കൂടുതൽ സമയം വയറ് നിറഞ്ഞ ആ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. പിന്നെ റാഗിപ്പൊടിയിൽ കാൽസ്യം, ഇരുമ്പ്, ഫൈബർ തുടങ്ങിയ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ഒരുപാട് ഊർജ്ജം നൽകാനും നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് ഒത്തിരി നല്ല ഒരു സംഭവമാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ കലക്കി വെച്ചതിന് ശേഷം വേണ്ട നമ്മൾ കുക്കർ ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇതിപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ റാഗി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കുക്കർ അടച്ച് വെക്കേണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ ഓപ്പൺ ആക്കി വെച്ചിരുന്ന് ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുമ്പം തന്നെ ഇതിങ്ങനെ കുറുകി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ നമുക്കിത് കുറുക്കിയെടുക്കാം. ഇത് ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ നല്ലൊരു കഞ്ഞിയാണ്, നല്ലൊരു പ്രാതൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പോൾ ഈ തേങ്ങയൊക്കെ ഒരുപാട് ചേർക്കേണ്ട, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് കഴിക്കാനായതുകൊണ്ട് ഉപ്പുമൊക്കെ അവനവൻ്റെ ഉചിതത്തിനനുസരിച്ചിട്ട് മാത്രം ചേർക്കുക കേട്ടോ നിങ്ങൾ. എന്നിട്ട് ഇതിങ്ങനെ നല്ല ചൂടോട് കൂടി തന്നെ കഞ്ഞിയായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. ജീരകമാണെങ്കിൽ ദഹനത്തിന് സഹായിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കഞ്ഞിക്ക് നല്ലൊരു മണവും രുചിയൊക്കെ ഇത് നൽകും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഇത് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീട്ടിൽ രാവിലെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തോരനോ അച്ചാറോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. പഞ്ചസാര ചേർക്കേണ്ടവർക്ക് ഉപ്പിൻ്റെ സ്ഥാനത്ത് പഞ്ചസാര ചേർത്ത് കഴിക്കാം. പക്ഷേ ഞാനിത് ഉദ്ദേശിക്കുന്നത് ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എന്താ പറയുക റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്നും കണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനല്ല, ഇടയ്ക്കൊക്കെ ഓൾട്ടർനേറ്റീവായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി
ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഒന്ന് അറിയിക്കാനായിട്ട് മറക്കില്ലേ. ഇനി മൂന്നാമത്തെ ടിപ്പാണ്. അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിക്ക് അരയ്ക്കുന്ന ജീരകമില്ലേ, ചെറിയ ജീരകം, അത് നമുക്ക് 1 സ്പൂണ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ്. അത് ഇതുപോലെ 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ കറിവേപ്പില, ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെങ്കിലും നമ്മളത് 1/2 ഗ്ലാസ്സിൽ കുറവ് അത്രയും ആക്കി നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെയർ സിറമാണ്. നമ്മുടെ മുടിക്ക്, തലയ്ക്ക്, തലയോട്ടിക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു ഹെയർ സിറമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഒരുപാട് പൈസ കൊടുത്തിട്ട് കെമിക്കലുകളൊക്കെ അടങ്ങിയ ഹെയർ സിറമൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും ഒത്തിരി നല്ലതാണ് ഇതുപോലുള്ള റെമഡീസൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കുന്നത് കേട്ടോ. കറിവേപ്പില ആണെങ്കിലും മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ചായപ്പൊടി ആണെങ്കിലും നമുക്ക് മുടിക്ക് ഒരുപാട് തിളക്കം ലഭിക്കാനും കറുത്ത നിറം ലഭിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ചെറിയ ജീരകമാണെങ്കിലും തലയോട്ടി വൃത്തിയാക്കുന്നതിനും ആരോഗ്യമുള്ള സ്കാൽപ്പ്, അതുപോലെ തന്നെ പിന്നെന്താ മുടിക്ക് നല്ലൊരു ഫ്രഷ്നെസ് നൽകാനും ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തണുത്തതിന് ശേഷം അരിച്ച് നമുക്ക് സ്പ്രേ ബോട്ടിലിലേക്ക് ആക്കാം. സ്പ്രേ ബോട്ടിലിൽ ആക്കിയതിന് ശേഷം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ ഇത് ഞാൻ കറിവേപ്പില ഫ്രഷ് ആയിട്ട് തന്നെ മരത്തിൽ നിന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇത് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ ഒന്ന് നോക്കി പെറുക്കി വൃത്തിയാക്കി എടുക്കണം. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രാണികളൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിരിക്കുന്ന പുഴു പോലൊരു സംഭവം കണ്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി പെറുക്കി വൃത്തിയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് കറിവേപ്പിലയിൽ ഒട്ടും വെള്ളമയം ഉണ്ടാകാനായിട്ട് പാടില്ല. അതും കൂടി ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനത് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയെല്ലാം ഞാൻ ഇതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ കൈ പിടിക്ക് 1 പിടി കറിവേപ്പില ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിതെല്ലാം വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം എന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള ഓരോരോ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ഒരുപാട് വീട്ടിലിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറിവേപ്പിലയെല്ലാം ഊരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ളൊരു വസ്തുവാണ് ഉലുവ. അപ്പോൾ 2 സ്പൂൺ ഉലുവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കറിവേപ്പിലയും ഉലുവയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പൗഡർ രൂപത്തിലൊന്നും അരയണമെന്നില്ല കേട്ടോ. അപ്പം ഞാൻ പൊടിച്ചെടുത്തപ്പോൾ എനിക്കിത് കണ്ട് ഇതുപോലാണ് കിട്ടിയേക്കുന്നത്. ഇത്രയൊക്കെ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതുപോലൊരു പാൻ ഒന്ന് എടുക്കാം. എന്നിട്ട് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എടുക്കാം കേട്ടോ. ഞാനിപ്പം നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്ര എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ പൗഡർ രൂപത്തിലോ പൊടിച്ച് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇതുവരെയും ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടില്ല, ചൂടാക്കിയിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്ന ഈ ഒരു സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ പത ഇങ്ങനെ കെട്ട് അടങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു എണ്ണ മൂത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കറക്റ്റ് പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കരിഞ്ഞൊന്നും പോകാതെ പ്രത്യേകം നോക്കണം. ഇനി ഈ എണ്ണ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇങ്ങനെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പോളിസ്റ്ററിൻ്റെ എന്തെങ്കിലും ഒരു തുണി, കോട്ടൻ്റെ എടുക്കണ്ട, ഇതുപോലെ പോളിസ്റ്ററിൻ്റെ ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഞെക്കി പിഴിഞ്ഞ് ഈ എണ്ണയെല്ലാം ഒന്ന് എടുക്കണം കേട്ടോ. അപ്പം ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് നിങ്ങളുടെ മുടിയുടെ എല്ലാവിധ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരം തന്നെയാണ്. മുടി വളരാതിരിക്കുന്നത്, അറ്റം പിളരുന്നത്, മുടിക്ക് ചെമ്പൻ കളറ് വരുന്നത്, അതുപോലെ തലയിലെ താരന്, മുടി എല്ലാം എന്താ പറയുക കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, തലയോട്ടിയിലെ ചൊറിച്ചിൽ, ഇതിനെല്ലാമുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഈ ഒരു എണ്ണ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഏകദേശം 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മോളുടെ തലമുടിയിൽ ഈ എണ്ണ തേച്ച് പരീക്ഷിച്ച് അറിഞ്ഞ റിസൾട്ടാണിത് കേട്ടോ. ഒരുപാട് എന്താ പറയുക ചെമ്പിച്ച മുടിയായിരുന്നു. ഇത് തേക്കാൻ തുടങ്ങിയതിൽ പിന്നെ നല്ല കറുത്ത മുടി ഉണ്ടാകാനായിട്ട് തുടങ്ങി. മുടി നന്നായിട്ട് വളരാനും തുടങ്ങി. ബേബി ഹെയറൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി.
ഈ എണ്ണ ആദ്യം തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിലും തലമുടിയിലും മുടിയുടെ അറ്റത്തും ഒക്കെ തേച്ച് കൊടുക്കാം നിങ്ങൾക്ക് നല്ലതുപോലെ. എന്നിട്ട് നല്ല മസാജ് കൂടെ കൊടുക്കുക. വിരലുകൾ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലായിടത്തും എണ്ണയാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഹെയർ സിറം ഇല്ലേ, അതും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലായിടത്തും മുടി ഇഴകളിലും ഒക്കെ നമുക്ക് തലയോട്ടിയിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് നല്ലൊരു മസാജ് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് മുടി മസാജ് ചെയ്യുക കേട്ടോ, തലയോട്ടിയൊക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകി കളയാം. ഒരു 7 ദിവസം നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. നല്ല കറുത്ത ഇടതൂർന്ന് ഇരുണ്ട മുടി ഉണ്ടാകും കേട്ടോ, കറുത്ത മുടി ഉണ്ടാകും. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുമേ. അപ്പോൾ ഇതുപോലെ നല്ല സിൽക്കി ഷൈനി ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.